സംസ്ഥാനത്ത് മത്സരിച്ചില്ലെങ്കിൽ അവൻ മരിച്ചു പോകുന്നടക്കമാണ് ആ കത്തിലെഴുതിയിരിക്കുന്നത്. ഇതൊരു ചരിത്ര സംഭവമാണ്. മത്സരത്തിൽ എനിക്ക് പങ്കെടുക്കാൻ പറ്റിയതിൽ വളരെ സന്തോഷമുണ്ട്. സംസ്ഥാന സ്കൂൾ കലോത്സവത്തിൽ പങ്കെടുക്കുക എന്നത് കാസർഗോട്ടുകാരി സിയ ഫാത്തിമയുടെ വലിയൊരു ആഗ്രഹമായിരുന്നു. അറബിക് പോസ്റ്റർ ഡിസൈനിങ് മത്സരിക്കാൻ സിയയ്ക്ക് അവസരവും ലഭിച്ചു. പക്ഷേ പെട്ടെന്നുണ്ടായ ശാരീരിക ബുദ്ധിമുട്ടുകൾ കാരണം തൃശ്ശൂർക്കുള്ള യാത്ര ഡോക്ടർമാർ വിലക്കി. അങ്ങനെയാണ് തൻ്റെ സങ്കടം അറിയിച്ചുകൊണ്ട് വിദ്യാഭ്യാസ മന്ത്രി വി ശിവൻകുട്ടിക്ക് സിയ ഫാത്തിമ കത്തയക്കുന്നത്. ഒപ്പം തൻ്റെ പ്രിയപ്പെട്ട അധ്യാപകരും അപേക്ഷ നൽകി. അത് ബലം കണ്ടു. അങ്ങനെ കലോത്സവ ചരിത്രത്തിൽ ആദ്യമായി വീട്ടിലിരുന്നുകൊണ്ട് ഒരു വിദ്യാർത്ഥി മത്സരത്തിന്റെ ഭാഗമാവുകയാണ്. വീഡിയോ കോൺഫറൻസ് വഴിയാണ് സിയ ഫാത്തിമ ഇന്ന് മത്സരിക്കുന്നത്. സിയ ഫാത്തിമ എന്ന് പറഞ്ഞ വിദ്യാർത്ഥിയുടെ അപേക്ഷയും അവിടുത്തെ ഡിസ്ട്രിക്ട് മെഡിക്കൽ ഓഫീസറുടെ റിപ്പോർട്ടും അവിടുത്തെ ജില്ലാ കളക്ടറുടെ റിപ്പോർട്ടും ആ സ്കൂളിൻ്റെ അപേക്ഷയും എല്ലാം വെച്ച് നോക്കുമ്പോൾ ദയ അർഹിക്കുന്ന ഒരു ഹർജിയാണും അപേക്ഷയാണെന്ന് ഞങ്ങൾക്ക് ബോധ്യപ്പെട്ടു. നിയമം എന്ന് പറയുന്നത് സാധാരണക്കാർക്കും ഒക്കെ വേണമല്ലോ. നിയമം എന്ന് പറയുന്നത് ഞങ്ങളെ എല്ലാവരെയും വേദനിപ്പിച്ച സംഭവം, ജില്ലയിൽ മത്സരിക്കുമ്പോൾ അവന് ഒരു അസുഖമില്ല, എ ഗ്രേഡ് കിട്ടി. സംസ്ഥാനത്ത് മത്സരിക്കുമ്പോഴാണ് അവന് അപൂർവമായിട്ട് രോഗം വന്നത്. രോഗം ബാധിച്ചതിനെ തുടർന്ന് അവൻ ക്വാറന്റൈനിൽ ജീവിക്കുക. അപ്പോൾ അവൻ്റെ ആഗ്രഹം ഇതിൽ സംസ്ഥാനത്ത് മത്സരിച്ചില്ലെങ്കിൽ അവൻ മരിച്ചു പോകുന്നടക്കമാണ് ആ കത്തിലെഴുതിയിരിക്കുന്നത്. ആ കാര്യങ്ങളെല്ലാം പരിഗണിച്ചുകൊണ്ട് നടപടിക്രമങ്ങൾ പൂർത്തീകരിച്ച് ഒരു ഉത്തരവ് ഞങ്ങൾ നൽകുകയാണ് ചെയ്തത്. ഇതൊരു ചരിത്ര സംഭവമാണ്. പോസ്റ്റർ നമുക്ക് തീർച്ചയായിട്ടും ചെയ്യാൻ പറ്റിയ ഒരു കോമ്പറ്റീഷനാണ്. അങ്ങനെയാണ് പെട്ടെന്ന് ഒരു 2 മണിക്കൂറിൽ തന്നെ മിനിസ്റ്ററുടെ നിർദ്ദേശപ്രകാരം നമ്മൾ കൈറ്റോടെ സെറ്റപ്പോട് കൂടി അവിടെ ലാപ്ടോപ്പ്, അവിടെ സൂം ലിങ്ക്, അവിടെ നമ്മൾ ആളുകളെ DO, ബിക്കോസ് സുതാര്യമായിട്ട് ഒരു കോമ്പറ്റീഷൻ അല്ലേ, അവിടെ DO, ഇവിടെ എങ്ങനെ ഒരു സ്റ്റേജ് മാനേജർ ഉണ്ടോ അതുപോലെ ആ കുട്ടിക്ക് വേണ്ടി മാത്രം ഒരു സ്റ്റേജ് മാനേജറെ വെച്ച് നമ്മുടെ മിനിസ്റ്റേഴ്സ് വന്ന ചരിത്ര നിമിഷം കണ്ടു. ഏത് കുട്ടിക്കും നമ്മൾ അവസരം ഡിനൈ ചെയ്യില്ല എന്നതിനൊരു ഉദാഹരണമാണ്. ആ കുഞ്ഞിൻ്റെ കത്തിൻ്റെ മുമ്പിൽ തുറക്കാത്ത നിയമ വഴികളില്ലാന്നും ബോധ്യപ്പെടുത്തി ഒരു അപൂർവ ചരിത്രത്തിന് തൃശ്ശൂരിൽ വെച്ച് തന്നെ സാക്ഷ്യം വഹിക്കാൻ കഴിഞ്ഞു എന്നുള്ള ഒരു അത്ഭുതപൂർവമായ ചരിത്രം ഇവിടെ രേഖപ്പെടുത്താൻ പൊതുവിദ്യാഭ്യാസ വകുപ്പ് മന്ത്രി കാണിച്ച ഒരു നന്മയ്ക്ക് സർക്കാർ തന്നെ പ്രത്യേക സന്തോഷം മന്ത്രിയോട് രേഖപ്പെടുത്തുകയാണ്. സാഹചര്യങ്ങളുടെ പേരിൽ ആഗ്രഹങ്ങളെ ഉപേക്ഷിച്ചിരുന്നെങ്കിൽ സിയ ഫാത്തിമയ്ക്ക് ഈ അവസരം ലഭിക്കില്ലായിരുന്നു. സിയയ്ക്കൊപ്പം സർക്കാരും ഉദ്യോഗസ്ഥരും കൂടെ നിന്നതോടെ പിറന്നത് ഒരു ചരിത്രമാണ്. ഓരോ വിദ്യാർത്ഥിയും ഈ കലോത്സവത്തിൽ പരിഗണിക്കപ്പെടുകയാണ്. ക്യാമറമാൻ അഭിലാഷ് ചെറുക്കടവിനൊപ്പം അശ്വതി ഐനിക്കൽ, മാതൃഭൂമി.com.